ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങളുടെ ലീവെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകും, മൽക്കാൻഗിരിയിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം ഞങ്ങൾ രാവിലെ ഒരു 4:30 ആയപ്പോഴത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ കാറിനാണ് തിരിച്ചു പോകുന്നത്, ഓൺ റോഡാണ് പോകുന്നത്. അപ്പം അങ്ങനെയൊക്കെ 12 ദിവസം ഉണ്ട്, അത് കറക്റ്റ് 12 ദിവസം നിന്നു. പിന്നെ ബാക്കി നമ്മൾ തിങ്കളാഴ്ച എൻ്റെ ഹസ്ബൻഡ് ജോയിനിങ് ആണ്. അപ്പം ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം ഞങ്ങളൊരു ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് വൈകുന്നേരം അങ്ങ് എത്തും. ഓൺ റോഡ് പോവുകയാണെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ട്രെയിനൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ ആന്ധ്ര വരെ ഞങ്ങൾക്ക് ബസ്സിന് തന്നെ വരണം. അതും കുറച്ച് ഡിഫിക്കൽട്ടാണ് അവിടെ നിന്ന് വരാൻ. അപ്പോൾ നമ്മൾ ഓൺ റോഡ് പോകുന്നതാണ് കുറച്ചും കൂടി സേഫ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓൺ റോഡാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ കേരളമൊക്കെ വിട്ട് കുറച്ചിങ്ങോട്ട് തമിഴ്നാട് കയറിയപ്പോഴേ ചൂട് തുടങ്ങി. നല്ല ചൂടായിരുന്നു. വെളിയിലോട്ട് നല്ല സൂര്യൻ ഇങ്ങനെ ഒത്തിച്ച് നിൽക്കുമായിരുന്നു. വെളിയിലൊക്കെ ഇറങ്ങി ഇങ്ങനെ കത്തുന്ന പോലത്തെ ചൂടാണ്. പക്ഷെ ഞാൻ പിന്നെ എ സിക്കകത്തിരുന്നുകൊണ്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 12 ദിവസം എങ്ങനെ പോയെന്ന് അറിഞ്ഞില്ല. അത്രയ്ക്ക് നല്ല രസമായിരുന്നു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ. കാരണം നമ്മൾ ഈ വേറെ എവിടെയെങ്കിലുമൊക്കെ താമസിച്ച് നാട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഫുഡെല്ലാം കഴിക്കണം, പിന്നെ എന്തൊക്കെ എൻജോയ് ചെയ്യണം. കാരണം പിന്നീട് പിന്നെ കുറേ നാൾക്ക് ശേഷമല്ലേ പിന്നെ വരത്തുള്ളൂ. നമ്മൾ വീട്ടിലിരിക്കാനാണല്ലോ വരുന്നത്. വീട്ടിലിരുന്നിരുന്ന് ബോറടിച്ചിട്ടല്ലേ ഞങ്ങൾ നാട്ടിലോട്ട് വരുന്നത്. അപ്പം അങ്ങനെ പക്ഷേ ഇപ്പം മഴ കുറച്ചെങ്കിലും ഇതായെങ്കിലും നമ്മൾ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റി. പിന്നെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കുഞ്ഞുങ്ങൾക്കൊന്നും അസുഖങ്ങളൊന്നും വരുത്തല്ലേ എന്ന്. അതെല്ലാം നേരെ ആയി. ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഞങ്ങൾ 12 ദിവസം പോയതേ അറിഞ്ഞില്ല. കുറേ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തു. കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് പെയിൻറ്റിങ് വെച്ചു. പിന്നെ എല്ലാവരെയൊക്കെ കണ്ടു, സന്തോഷമായി. ഞങ്ങളെ കണ്ട് സന്തോഷമായി. ഞങ്ങൾക്ക് കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ പോയി കണ്ടു, അവരുടെ അടുത്തൊക്കെ എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പിന്നെന്താ പറയാനാ, അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരു എന്താ പറയാനാ, നമ്മൾ നാട്ടിൽ വരുമ്പോൾ അതൊരു വേറൊരു ഫീലിംഗ് ആണ്. ഒരു 10 ദിവസം മാറി നിന്നിട്ട് നാട്ടിൽ പോകുമ്പോഴത്തേക്കും അതൊരു വേറെ ഫീലിംഗ് ആണ്. അങ്ങനെ പിന്നെ നമ്മൾ ചെന്നൈയിലാണ് സ്റ്റേ ചെയ്തത്. രാത്രി ഞങ്ങൾ നൈറ്റ് ഡ്രൈവ് ചെയ്യാറില്ല. ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ചെന്നൈയിലെത്തി. അവിടെ സ്റ്റേ ചെയ്തു. ഒരു ഹോട്ടലിൽ റൂമെടുത്ത് സ്റ്റേ ചെയ്തു. പിറ്റേന്ന് രാവിലെ 3:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. കാരണം 3:30 ഇറങ്ങിയാലും ഞങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു 5:30 ഒക്കെ ആകുമ്പോഴത്തേക്കും മൽക്കാൻഗിരിയിൽ എത്തുള്ളൂ. ഇതിൻ്റെ ഇടയിൽ നമ്മളെ ഫുഡിങ് ഉച്ചയ്ക്കും രാവിലെയൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഒരു കറക്റ്റ് 3:30 ആയപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിള്ളേരൊക്കെ പിന്നെ കിടന്ന് ഉറങ്ങും. അങ്ങനെ പിന്നെയും ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അന്ന് പിന്നെ നമ്മളെന്ത് ചെയ്യുന്ന അറിയും, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നിന്നില്ല. കാരണം ഞങ്ങളങ്ങനെ പോണ വഴിക്ക് ആന്ധ്ര കഴിഞ്ഞ് ബോർഡർ കയറി കഴിഞ്ഞാൽ കുറേയൊക്കെ ഫോറസ്റ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഇതാവും. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് എത്തുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് വെച്ചിട്ട് ആന്ധ്രയിൽ ഞങ്ങളൊന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതെ അങ്ങ് വണ്ടി ഓടിച്ച് പോവുകയാണ് ചെയ്തത്. അങ്ങനെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നാട്ടിൽ എത്തുമ്പോഴത്തേക്കുള്ള ഒരു കഷ്ടപ്പാട്, പിന്നെ അവിടെ വന്നിട്ട് സന്തോഷത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ നാട്ടിൽ വരുന്നത്. അങ്ങനെ പിന്നെ പോണ വഴിക്ക് ഞാവൽപ്പഴം കിട്ടിയായിരുന്നു. എൻ്റെ ഫേവറേറ്റാണ് ഈ ഞാവൽപ്പഴം. അങ്ങനെ കുറച്ച് ഞാവൽപ്പഴം വാങ്ങിച്ചു. പക്ഷെ 150 റുപ്പീസ് എന്തോ ആയിരുന്നു. അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇത് കണ്ടോ, ഞങ്ങളങ്ങനെ പോകുമ്പോഴത്തേക്ക് ഫോറസ്റ്റിൽ കുറച്ച് ദളിതരാണ് അവിടെ കൂടുതൽ താമസിക്കുന്നവർ. അവരെന്തോ ചെയ്യുന്നറിയോ, ഒരു കയറിങ്ങനെ പിടിച്ച് വെച്ചേക്കും. എന്നിട്ട് പോണവരെ കയ്യിൽ നിന്ന് ഇങ്ങനെ സത്യം പറഞ്ഞാൽ 1 രൂപയോ 2 രൂപയോ 3 രൂപയൊക്കെ കൊടുത്താൽ മതി. അവരങ്ങനെ അധികമൊന്നും ചോദിക്കില്ല. 1 രൂപയൊക്കെ കൊടുത്താൽ എന്നിട്ട് അവർ സിന്ദൂരം തരും, പൊട്ട്. അങ്ങനെ പിന്നെ അവരെയൊക്കെ കണ്ടോ പൈസയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് അവിടെ എത്തി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ അങ്ങ് എത്തിയപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും താങ്ക് യു.